ഹലോ, വെൽക്കം ടു മൈ റൊട്ടീൻ. ഇന്ന് ഞാൻ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ മക്കൾ സ്കൂളിൽ വരുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ചായക്കടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടുക്കളയിലോട്ട് വന്നതാണ്. ഇന്ന് പിന്നെ അത് വീഡിയോ എടുക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നാ കേട്ടോ. അപ്പോൾ 2 നേന്ത്രപ്പഴം ഉണ്ട് കയ്യിൽ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കടി ഉണ്ടാക്കിയെടുക്കണം. പഴംപൊരി ഉണ്ടാക്കാൻ ഇത് തികയൂല, അപ്പം പിന്നെ ഇത് വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ വെച്ചിട്ട് അങ്ങനെ നിന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോസുകളുണ്ട് 2-3 അതും ഒന്ന് പോയി കണ്ടിട്ട് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നേന്ത്രപ്പഴമൊക്കെ തൊലി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചെറിയൊരു കനത്തിൽ അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് മധുരം ഇല്ലെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുത്താൽ എണ്ണ കുടിക്കാണ്ട് കിട്ടും കേട്ടോ. കോഴിമുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം അരച്ചെടുക്കണം. അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ടൈമിൽ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ആട്ടപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പാക്കറ്റ് ആട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ അളന്നിട്ടൊന്നല്ല കേട്ടോ എടുത്തിട്ടുള്ളത്, നമ്മൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ എടുത്തപ്പോഴേക്കും അരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന പഴമൊക്കെ നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ പൊടി രണ്ടും ഒന്ന് ഹാൻഡ് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും കൂടെയാണല്ലോ, അത് രണ്ടും ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. മിക്സാക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ മിക്സിയിലുള്ള ഈ പഴം അരച്ചത് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഈ പഴമൊക്കെ അരച്ചെടുക്കുന്നതിൽ ഉപ്പിട്ടതുകൊണ്ട് ഞാൻ ഇനി ഈ പൊടിയിലേക്ക് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അതിലേക്ക് അനുസരിച്ചിട്ടുള്ള ഉപ്പാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിത് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഒന്ന് വെറുതെ ഇളക്കി നോക്കിയതാട്ടോ. ഇത് ഹാൻഡ് വിസ്ക് വെച്ചിട്ടൊന്നും ഇളക്കിയെടുക്കാൻ കഴിയൂല, കാരണം ലൂസുള്ള മാവിലല്ലേ നമ്മളിത് കുഴച്ചെടുക്കുന്നത്, കുറച്ച് ടൈറ്റിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഹാൻഡ് വിസ്ക് കൊണ്ടൊന്നും ഇത് ഒരിക്കലും കുഴച്ചെടുക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഹാൻഡ് വിസ്ക് ഒഴിവാക്കിയിട്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സാക്കി എടുക്കുകയാണ്, എന്നാലും അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കി എടുക്കണം, അതുവരെ നല്ലോണം കുഴച്ചെടുക്കണം. പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ. പഴം അരച്ചതിൽ കുറവായിട്ട് തോന്നിക്കണമെങ്കിൽ സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ പഴം അരച്ചത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. മക്കളൊക്കെ സ്കൂളിൽ വരുന്ന ടൈമിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അത് അവർക്ക് നല്ലോണം അറിയാം ഉമ്മച്ചി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ളത്. അത് കാരണം വരുന്ന ടൈമിൽ തന്നെ എന്താ തിന്നാനുള്ളതെന്ന് ഉമ്മച്ചി എന്താ ഉണ്ടാക്കിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടാണ് വരാറ്. അപ്പോൾ ഞാൻ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞാൻ എനിക്ക് പറ്റുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടയിൽ നിന്ന് വാങ്ങി വെക്കും കേട്ടോ. അപ്പോൾ ഇന്നെങ്ങനെയായാലും കടയിൽ നിന്നൊന്നും വാങ്ങിയിട്ടില്ല, അപ്പോൾ ഒന്ന് വീട്ടിൽ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ കുഴച്ചൊക്കെ നോക്കിയപ്പോൾ മാവിൽ കുറച്ച് മധുരം കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓവറായിട്ടുള്ള മധുരം എങ്ങനെയായാലും പറ്റില്ല, വീട്ടിൽ ഷുഗർ ഉള്ളവരുണ്ട് കേട്ടോ. ഇപ്പൊക്കെ ഷുഗറുണ്ട്, അപ്പോൾ പിന്നെ മധുരം കൂടുതലുള്ള സാധനങ്ങൾ അധികം ഉണ്ടാക്കാറില്ല. ഇപ്പം ഉണ്ടാക്കുകയാണെങ്കിലും മധുരം മാറ്റി വെച്ചിട്ട് അവർക്കുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിൽ അങ്ങനെ മധുരം ഇടലാണ്. ഇതിന്നിപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടൊന്നുമില്ല, അതിനിപ്പോൾ ഒരുമിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നത് ഒരു കറക്റ്റ് മധുരത്തിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. മധുരം ഓവറായി പോവുകയാണെങ്കിൽ കൊടുക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പാകത്തിനുള്ള മധുരത്തിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ മാവൊക്കെ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചായക്കുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം മക്കൾ വരാനായ ടൈം ആയിട്ടുണ്ട്, അപ്പോഴേക്കും ചായയും കൂടെ ഉണ്ടാക്കി വെക്കട്ടെ വെച്ചിട്ട് ചായക്കുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കി വെച്ചാലോ കേട്ടോ അവർ വരുമ്പോഴേക്കും ഒരു കറക്റ്റ് ചൂടായി കിട്ടുള്ളൂ. അങ്ങനെ ചായക്ക് ഞാനൊരു 4 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കായ ഇട്ടിട്ടുള്ള ചായ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഏലക്കായ ഇട്ടിട്ടുള്ള ചായ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായി വന്നപ്പോൾ ഞാനിതാ വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് മാവിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിലേക്ക് അങ്ങനെ പീച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഷേപ്പും കിട്ടിക്കോളും, നല്ല കഴിക്കാനും കുട്ടികൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ ഓരോ ഷേപ്പിൽ കടി ഉണ്ടാക്കിയെടുത്താൽ
ഈ ഒരു ഷേപ്പിൽ ഞാൻ മൈദ വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കാറുണ്ട് കേട്ടോ. മൈദയും പഞ്ചസാരയും കോഴിമുട്ടയും നല്ലോണം അടിച്ചെടുത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കും കേട്ടോ. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് പീച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ഉണ്ടാവും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് മുട്ടയുടെ നനവിൽ തന്നെ നല്ലോണം സോഫ്റ്റ് ആക്കി എടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ്. പഞ്ചസാരയും മുട്ടയും കൂടെ നല്ലോണം അടിച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കഴിക്കാൻ. അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചായക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ നല്ലോണം വെട്ടിത്തെളിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പൊടിയൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. മക്കൾക്ക് അധികം പൊടിയുള്ള ചായ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ മധുരം ഇല്ലാത്ത ചായ കുടിക്കണമല്ലോ ഉപ്പൊക്കെ. അപ്പോൾ ഉപ്പാക്കും ഓവർ പൊടിൻ്റെ ആവശ്യമില്ലല്ലോ. പൊടി കൂടുതലായി പോയാൽ ചായക്ക് കയ്പ്പ് രുചി വരുമല്ലോ. മധുരം ഇല്ലാണ്ട് കഴിക്കണമല്ലേ. അപ്പോൾ കുറച്ച് പൊടിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള കടി ഒരു സൈഡ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്, ഇനി കരിഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. നമ്മൾ അടുത്തുണ്ടായിങ്ങാണ്ട് കടി കരിഞ്ഞ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് വശവും മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ എണ്ണയൊന്നും കോരി മാറ്റിയെടുക്കുന്നുണ്ട്. മുട്ട ചേർത്തടിച്ചതുകൊണ്ട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഈ കടിയുടെ മുകളിൽ കാണിക്കുന്നത് എണ്ണമയല്ല, പഞ്ചസാര ലാസ്റ്റ് ചേർത്ത് കൊടുത്തല്ലോ. അപ്പോൾ അത് നല്ലോണം അലിയാത്തതുകൊണ്ട് കാരമലായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഒരു ഗ്ലേസിങ് ഉണ്ട് കടിക്ക്. നമ്മൾ പെട്ടെന്ന് കണ്ടാൽ വിചാരിക്കും എണ്ണമഴുക്കാണെന്ന്, പക്ഷേ എണ്ണമഴുക്കല്ല കേട്ടോ. അങ്ങനത്തെ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ കടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചിട്ടില്ല കേട്ടോ. വെറുതെ വീഡിയോ അങ്ങനെ ലെങ്ത്ത് കൂട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒഴിവാക്കിയതാണ്. ഓരോന്ന് കാണിക്കുമ്പോഴേക്കും ഒഴിവാക്കാൻ പറ്റാത്ത ചില ഭാഗങ്ങളുണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഓവറായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് കേട്ടോ വീഡിയോ എഡിറ്റ് എടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചില ബോറടിക്കാതെ കാണാൻ പറ്റുന്ന ഭാഗങ്ങൾ മാത്രം അങ്ങനെ എടുത്തതാണ്. അങ്ങനെ എന്താ കടിക്ക് 2 ട്രിപ്പ് ആയപ്പോഴേ ഞാൻ ഉപ്പാക്കുള്ള ചായ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. മൂന്നാമത്തെ ട്രിപ്പ് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ അവിടെ നിന്ന് വിളിക്കണുണ്ട്, മക്കൾ വരാനേക്കണ്, റോട്ടിക്ക് കയറി നിന്നോന്നൊക്കെ പറഞ്ഞിട്ട്. മക്കൾ ബസ്സിൽ നിന്ന് ഉറങ്ങും, അപ്പോൾ റോട്ടിൽ പോയി നിൽക്കുക തന്നെ വേണം, എന്നാലും പിന്നെ അവരെ ഇറക്കിയിട്ട് കൊണ്ടുവരൽ നടക്കുകയുള്ളൂ. ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊക്കെ ഞാൻ ചിലപ്പോൾ എടുക്കാറ്. അങ്ങനെ മക്കളൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ലാസ്റ്റ് ട്രിപ്പ് കടിത അങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ വന്നിട്ട് മറിച്ചിട്ട് പോയതായിരുന്നു, ഫ്ലെയിമൊക്കെ കുറച്ചിട്ട്. അപ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ മറിച്ചിട്ട് പോയതിന് ശേഷം മക്കൾ വന്നപ്പോൾ അവർക്ക് ഭയങ്കര വാശി. ഓരോന്നിനും രണ്ടാൾക്ക് ഒരുമിച്ച് ഡ്രസ്സ് ഊരണം, ഒരുമിച്ച് കുളിക്കണം, അങ്ങനെ ഓരോന്നിനും വാശി പിടിച്ച് ഒരാൾ സിറ്റൗട്ടിൽ നിലത്ത് കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂറുമ്പൊക്കെ മാറ്റി വന്നപ്പോഴേക്കും കടിയുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. കുഴപ്പമില്ല, കഴിക്കാൻ മാത്രമുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റത്തെ 6 അങ്ങനെ പോയിട്ടുള്ളത്. അതിപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ, ഒരു വെറൈറ്റി ആയിട്ട് അവിടെ ഇരിക്കട്ടെ. വലിച്ചെറിയാനല്ലാണ്ട് ഓരോന്നിനും പറ്റില്ല. പിന്നെ കുട്ടികൾക്കുള്ള കടി അവരെന്നെ കോരി എടുക്കുകയാണ് കേട്ടോ. കടി എടുക്കണതിൻ്റെ ഇടയിൽ അതിൻ്റെ വാല് കടിച്ച് തിന്നോണുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഷേപ്പിലുണ്ടാക്കിയെടുത്താൽ ആ ഒരു ഷേപ്പ് കണ്ടിട്ടായാലും കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഓരോ മോഡൽ ഞാൻ ഉണ്ടാക്കിയെടുക്കും ഓരോന്നും. അങ്ങനെ അവർക്കുള്ള ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓല തന്നെ കടിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് രണ്ടാൾക്കുള്ള ചായ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. രണ്ടാൾക്കും ഒരേപോലത്തെ പാത്രം കപ്പൊക്കെ വേണം, ഒക്കെ ഒരുപോലത്തെ വേണം. അങ്ങനെ ഒരു പ്രത്യേക തരം സ്വഭാവങ്ങളാണല്ലേ ഇരട്ട കുട്ടികൾക്ക്. എല്ലാവർക്കും ഉണ്ടോ എനിക്കറിയില്ല, ഇവർക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൽക്കുള്ളതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓല അവിടെ ടി വിയും കണ്ടാണ് ചായ കുടിക്കൽ. ഓളയിൽ തോനുണ്ട്, ഇന്ത്യയിൽ കുറച്ച് ചായ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓള് വീണ്ടും ഓളെ കപ്പിലേക്ക് കുറച്ചും കൂടെ ചായ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ഇതിലും ഓരോ ടൈപ്പ് വാശികളാണ്. അങ്ങനെ ഓരോ വാശിക്കനുസരിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ടില്ലെങ്കിൽ ആകെ അവിടെ അലമ്പേക്കരം. അങ്ങനെ അവർക്കുള്ള ചായയൊക്കെ വെച്ച് കൊടുത്തിട്ട് പോകുന്നതിന് ശേഷം ഞാനിതാ വാഷിംഗ് മെഷീനിൽ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് ഉണക്കിയിടും, അയലുമേൽക്ക് ഇടും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി വന്നതാണ്. ഇപ്പോൾ ടൈം ഏകദേശം 6 മണി ആവാനായിരിക്കും കേട്ടോ. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഓല് വന്നതിൽ 5 മണി കഴിയും. 5 മണി കഴിഞ്ഞിട്ട് അവർ വന്നാൽ അവരെ കുളിക്കലും അവർക്കുള്ള ചായ കൊടുക്കലും കഴിയുമ്പോഴേക്കന്നെ 6 മണിയാവും കേട്ടോ. പിന്നെ വൈകുന്നേരത്ത് ഈ ഒരു ഇതേപോലെ എന്തെങ്കിലും അല്ലറ ചില്ലറ പണികൾക്ക് എടുക്കാനൊക്കെ ടൈം കിട്ടുള്ളൂ. അധികമൊന്നും വൈകുന്നേരത്തെ പണികൾ അങ്ങനെ എടുക്കാനുള്ള ടൈം കിട്ടാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ കുറച്ച് ടൈം അധികമായിട്ട് കിട്ടുള്ളൂ. വെയിലൊക്കെ പോയതിനു ശേഷം നമ്മൾ മുറ്റത്തേക്കൊക്കെ ഇറങ്ങുള്ളൂ. അപ്പോഴേക്കും അവർ വരാനായിട്ടുണ്ടാവും ചെയ്യും. ബെഡ്ഷീറ്റും പുതപ്പുകളാണ് കേട്ടോ തിരുമ്പാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരുമ്പൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതായിരുന്നു. അപ്പോൾ 2 പുതപ്പ് ഉണക്കാൽ നടന്നിട്ടുള്ളൂ. കൂടുതൽ ഉണക്കാനിട്ടാൽ ലോഡ് താങ്ങൂല കേട്ടോ.
അപ്പോൾ ഞാൻ 2 വീതം അങ്ങനെ ഉണക്കി എടുക്കുകയാണ്. പിന്നെ പുതപ്പ് നല്ല വെയിറ്റ് ഉള്ളതല്ലേ, ബ്ലാങ്കറ്റ് പോലത്തെ പുതപ്പാണ്. അപ്പോൾ ഒരു പുതപ്പും ഒരു ബെഡ്ഷീറ്റും ഇതും വെച്ചിട്ട് അങ്ങനെ ഉണക്കിയെടുക്കും കേട്ടോ. എനിക്ക് തിരുമ്പാൻ ഇന്ന ടൈമൊന്നുമില്ല കേട്ടോ. ഞാൻ എപ്പോഴാണ് ഒഴിവുള്ളത് ആ ഒരു ടൈമിൽ കയറി വരും, തിരുമ്പും. ചിലപ്പോൾ രാത്രിയിലൊക്കെ ആവും കേട്ടോ തിരുമ്പലൊക്കെ നടക്കൽ. ഒരു ട്രിപ്പൊക്കെ രാത്രി തിരുമ്പും. രാത്രി എന്നിട്ട് നല്ലോണം ചളിയുള്ളതൊക്കെ സർഫിലിട്ട് വെക്കും, എന്നിട്ട് പിന്നെ രാവിലെ തിരുമ്പും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ചളി ഇളകി പോരുമല്ലോ. ചിലപ്പം കുട്ടികളെ യൂണിഫോമിലൊക്കെ നല്ലോണം ചളി ഉണ്ടാവും കേട്ടോ. പാർക്കിലൊക്കെ പോയിരുന്ന് കളിച്ചിട്ട് ആകെ നിരങ്ങിയിട്ട് മിഡിയുടെ ബാക്കിലൊക്കെ നല്ലോണം ചളി ഉണ്ടാവും. അപ്പോൾ അതൊന്നും ചിലപ്പം വാഷിംഗ് മെഷീനിൽ നിന്ന് ഇളകി പോരി തന്നെയില്ല. അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഞാൻ കല്ലുമ്മ തിരുമ്പലാണ്. അതുപോലെ പുതിയ ഡ്രസ്സുകളൊക്കെ കല്ലുമ്മലാണ് കേട്ടോ തിരുമ്പാറ്. അതൊന്നും വാഷിംഗ് മെഷീനിലേക്ക് ഇടാറില്ല. അങ്ങനെ എന്താ ഇരുട്ടായി തുടങ്ങിയപ്പോഴേക്കും സോളാറിൻ്റെ ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മുകളിലത്തെ ബാൽക്കണിയുടെ ഡോർ അടക്കാൻ പോയപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതായിരുന്നു കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുക്കൽ കഴിഞ്ഞതിന് ശേഷം നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഓതാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. എനിക്ക് ആദ്യം എഴുതി തരണം എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുന്നു. അപ്പോൾ അവൾക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി നിന്നതാണ്. LKG രണ്ടാളുള്ളത്. അപ്പോൾ കൈ പിടിച്ചിട്ട് എഴുതി കൊടുക്കണം ചില അക്ഷരങ്ങളൊക്കെ. ഇതൊക്കെ എഴുതിയുന്ന അക്ഷരങ്ങളാണ് കേട്ടോ. ഇന്നിപ്പോൾ എന്തോ ഒരു വാശിക്ക് ഇമ്മച്ചി എന്നെ കൈ പിടിച്ച് എഴുതി തരണം പറഞ്ഞിട്ട് നടക്കുകയാണ്. ഒരാൾ ഒറ്റയ്ക്ക് എഴുതിയിട്ടുണ്ട്, മറ്റാൾക്ക് ഇത് കൈ പിടിച്ചിട്ട് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എഴുതണതിൻ്റെ ഇടയിൽ മറ്റാളോട് ഓരോന്ന് പറഞ്ഞിട്ട് ഓരോന്നിനും വാശി പിടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നിനും വാശി പിടിച്ചിട്ട് തല്ലുടിങ്ങാണ്ടൊക്കെ അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞ് പോകുന്നുണ്ട്. ഈ ഒരു അടിയും വഴക്കും ഓരോ കുസൃതികളൊക്കെ രാത്രി 10-11 മണി വരെ ഉണ്ടാവും. എന്നിട്ടേ ഉറങ്ങുള്ളൂ. ആ ഉറങ്ങുന്നത് വരെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വൈകുന്നേര കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിങ് കൂടെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളുന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുള്ള 2-3 വീഡിയോസുകളുണ്ട്. അതൊന്ന് പോയി കണ്ട് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ലൈക്കിൻ്റെ എണ്ണം കൂടുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെടുകയുള്ളൂ. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റാക്കി എഴുതി അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു വ്ളോഗുകളും റെസിപ്പികളുമായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ.